അതാ ഞങ്ങളെ പൂരി. ഇത് വലിയ ചോദ്യമാണ്, ആനക്കാരിയാണ് ഞങ്ങൾ കരുതി വെച്ചിട്ടുള്ളത്. സിദ്ദീഖുൽ മൗലിദ് ആഘോഷം നടന്നിട്ടുണ്ടോ? പറച്ചിന് കേട്ടാ സിദ്ദീഖുൽ അക്ബർ ചെയ്തതൊക്കെ ഓല് ചെയ്യും. ഉമറുൽ ഫാറൂഖ് മൗലിദ് ആഘോഷിച്ചിട്ടുണ്ടോ? ഉമറുൽ ഫാറൂഖ് ചെയ്തതൊക്കെ ഓല് ചെയ്യുന്ന കൂട്ടരാ. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ മൗലിദ് ആഘോഷിച്ചിട്ടുണ്ടോ? ചോദിക്കുന്ന കേട്ടാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ ചെയ്തതൊക്കെ ഓല് ചെയ്യുന്ന ആളുകളാണ്. അതൊക്കെ ആളുകളെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയുള്ള ഒരു പരിപാടിയാണ്. ഒരു കാര്യം ഇസ്ലാമിൽ പുണ്യമാവാനുള്ള മാനദണ്ഡം പഠിച്ചോളൂ മുജാഹിദുകളെ. മതമറിയില്ലെങ്കിൽ പഠിക്കണം നിങ്ങൾ. ഒന്നുകിൽ ഖുർആൻ, അല്ലെങ്കിൽ സുന്നത്ത്, അല്ലെങ്കിൽ ഇജ്മാ, അല്ലെങ്കിൽ ഖിയാസ്. ഇത് നാലാൽ ഒന്നുകൊണ്ട് സ്ഥിരപ്പെട്ടോ സ്ഥാപിക്കപ്പെട്ടോ ആ കാര്യം ഇസ്ലാമികമാണ്. ഞാൻ പറയല്ല, ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു പറയുന്നു, ഇമാം ബൈഹഖി അത് രേഖപ്പെടുത്തി വെക്കുന്നു. ഷാഫി ഇമാം റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഇതാ ഞങ്ങളെ വകവൊന്നും ഞങ്ങൾ പറയില്ല, ഇതാണ് ഞങ്ങൾ പറയുന്നത്. അപ്പൊ മൗലിദാഘോഷം പരിശുദ്ധ ഖുർആനും സുന്നത്തും കൊണ്ട് സ്ഥിരപ്പെട്ടോ? ഓ സ്ഥിരപ്പെട്ടു. എത്രയോ തെളിവുകൾ നമ്മുടെ മുമ്പിൽ ആ വിഷയത്തിൽ ഉണ്ട്. അപ്പൊ സ്ഥിരപ്പെട്ട സ്ഥിതിക്ക് ഇനി സിദ്ദീഖുൽ അക്ബർ ചെയ്തോ എന്ന് ചോദിക്കേണ്ടതില്ല. ആ ചോദ്യം അപ്രസക്തമാണ്. അത് ചോദിച്ച് അങ്ങനെ ചോദിച്ച് അദ്ദേഹം സിദ്ദീഖുൽ അക്ബർ ചെയ്തു എന്ന് സ്ഥിരപ്പെട്ടെങ്കിലേ മൗലിദാഘോഷം സുന്നത്താകൂ എന്ന് നിങ്ങൾ പറയുകയാണെങ്കിൽ തിരിച്ചു വേറെയും കുറെ ചോദിക്കാനുണ്ട് എന്നാ പറഞ്ഞത്. അതെന്താ? മുഹറം 10 റസൂലുള്ളാഹി സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു ളുഹറിന്റെ മുമ്പ് 2 റക്അത്ത് തെളിയിക്കാമോ? അസറിന്റെ മുമ്പ് 2 റക്അത്ത് നിസ്കരിച്ച് തെളിയിക്കാമോ? ഞങ്ങളങ്ങനെ ചോദിക്കുകയാണ്. 100 ചോദിച്ചൂലേ? അപ്പൊ അത് മണ്ടത്തരാണ് ആ ചോദ്യം. അതാ ഞങ്ങൾ ഈ പറയുന്നത്. ഇസ്ലാമിൽ ഒരു കാര്യം സ്ഥിരപ്പെടണമെങ്കിൽ പരിശുദ്ധ ഖുർആൻ, അല്ലെങ്കിൽ ഹദീസ്, അല്ലെങ്കിൽ ഇജ്മാ, അല്ലെങ്കിൽ ഖിയാസ്. സിദ്ദീഖുൽ അക്ബർ ചെയ്തോ ചെയ്തില്ലേ അത് ഞാൻ വേറെ പറഞ്ഞുതരാം. പക്ഷെ നമ്മുടെ വിഷയം അതല്ല. നിങ്ങൾ ഈ പറയുന്ന ഈ ചോദിക്കുന്ന ചോദ്യം മണ്ടത്തരാണ്, അത് പൊട്ടത്തരാണ്. അത് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, അതിനൊക്കെ ഞങ്ങൾ തെളിവ്. ഈ വിഷയം ഞാൻ പല ഗുരു ആവർത്തിച്ച് പറയുന്നത് എന്തുകൊണ്ടാ? മുജാഹിദിന്റെ ഈ ദുർബലമായ ആശയം നിലനിൽക്കുന്നത് തന്നെ ഈ ദുർവ്യാഖ്യാനത്തും. ഇങ്ങനെ മടക്കരമ ചവിട്ടിയ മാതിരിയാ. ഇവിടെയാണ് ചവിട്ടുമ്പോ അവിടെയാണ് പോകുന്നത്, അവിടെയാണ് ചവിട്ടുമ്പോ ഇവിടെയാണ് പോകുന്നത്. അത് ഞങ്ങൾ അനുവദിക്കൂല. ഒന്നും തുറക്കുക, എന്നിട്ട് നമുക്ക് അടുത്തേക്ക് ഇറക്കുക. ഇസ്ലാമിൽ ഒരു കാര്യം സ്ഥിരപ്പെടണമെങ്കിൽ ഖുർആനുണ്ടോ, സുന്നത്തുണ്ടോ, ഇജ്മാ ഉണ്ടോ, ഖിയാസ് ഉണ്ടോ എന്നാവാം. ഇതിലേതുകൊണ്ട് സ്ഥിരപ്പെട്ടാലും 4 കൂടി വേണമെന്നില്ല. ഏതെങ്കിലും ഒന്നുകൊണ്ട് സ്ഥിരപ്പെട്ടാൽ മതി. അതിന് അതിന്റേതായ നിയമങ്ങളുണ്ട്. അതിപ്പോ ഞാൻ വിശദീകരിക്കുകയല്ല. ഇതുകൊണ്ട് സ്ഥിരപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ അബൂ ഹുറൈറ അങ്ങനെ ചെയ്തോ, ഈ സഹാബി ഇങ്ങനെ ചെയ്തോ, സഹാബത്ത് ആരും ചെയ്തില്ലേ, ചോദ്യത്തിന് തന്നെ പ്രസക്തിയില്ല. റസൂലുള്ളാഹി തങ്ങളുടെ സഹാബത്തുകൾ ചെയ്തിട്ടുണ്ടോ? 100 പറയാനുണ്ട്. അത് ചോദ്യം വരികയാണെങ്കിൽ ഞങ്ങൾ ചോദിക്കും. പക്ഷെ ഈ ആയത്തും ഇവരുടെ ഈ ചോദ്യവും തമ്മിൽ ഒരു ബന്ധവുമില്ല എന്ന തിരിച്ചറിവ് എന്റെ ശ്രോതാക്കളായ മുഴുവൻ ആളുകൾക്കും, സുന്നികൾക്കും വേണം, മുജാഹിദ് ജമാഅത്തെ ഇസ്ലാമിന്റെ ആളുകൾക്കും വേണം. ഞങ്ങൾ ഈ ചോദിക്കുന്നത് വലിയൊരു അരസുമ്മ മുട്ടണ, അരസുമ്മും കുർസിയും കൂടി മുട്ടണ ചോദ്യമാണ് നിങ്ങൾ കരുതണ്ട. ഇത് മണ്ടത്തരാണ് എന്നാ ഞങ്ങൾ ഈ പറയുന്നത്. മനസ്സിലായോ? റസൂലുള്ളാഹിയുടെ സഹാബത്ത് മൗലിദ് ഓതിയിട്ടുണ്ടോ? അതൊക്കെ ഞങ്ങളിങ്ങനെ പരത്തിവിടെ പറയാൻ പോവില്ലേ? ചോദ്യം വെച്ച് എപ്പോ പറഞ്ഞേക്കാം. പക്ഷെ ഈ ആയത്ത് തെളിവാകണമെങ്കിൽ സിദ്ദീഖുൽ അക്ബർ ചെയ്തിട്ടുണ്ട് തെളിയാം എന്നത് ഇസ്ലാമിൽ ഇല്ല. അങ്ങനെ ഒരു നിയമം ഇല്ല. ഇതാണ് ഞങ്ങൾ ഈ പറഞ്ഞത്. ഇനി ചോദിച്ചോളി. അപ്പൊ ഈ വിഷയത്താണ് ഇതിന്റെ മർമ്മം. ഇതാൾക്ക് ബോധ്യപ്പെട്ടു. അതുകൊണ്ട് ആള് ഓടി ഒളിച്ചിട്ട് അയാളെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. ഈ ചോദ്യം മുട്ടിയെന്ന് അറിയില്ല, അതുകൊണ്ട് പോയതാണ്. അല്ലാതെ ഞങ്ങളെ കുഴപ്പമില്ല. നിങ്ങളെല്ലാവരും ഈ കാര്യം മനസ്സിലാക്കണം. അടുത്ത ചോദ്യം ചോദിച്ചു. ഞാൻ ജംഷീദ് താനൂരി. നിങ്ങളിപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന മൗലിദും ഘോഷയാത്രയും ഹൈന്ദവരുടെ കൃഷ്ണജയന്തി പോലെ, ക്രൈസ്തവരുടെ ദുഃഖവെള്ളി പോലെ മറ്റു മതത്തിന്റെ ആചാരം അല്ലേ നിങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്? അതുകൊണ്ട് അത് ബിദ്അത്തല്ലേ? അല്ലാതെ തെളിയിക്കാൻ നിങ്ങൾ കൊണ്ട് പറ്റുമോ? അങ്ങനെ ഇസ്ലാം പറഞ്ഞിട്ടുണ്ടോ? മറ്റു മതത്തിന്റെ ആചാരം ഇസ്ലാം പറഞ്ഞിട്ടുണ്ടോ? ഒരു ചോദ്യം ചോദിക്കട്ടെ. ചോദ്യം നിങ്ങളോട് ചോദിച്ച് ഇറങ്ങാറാക്കാനല്ല. നിങ്ങളത് ബിദ്അത്തല്ലേ എന്ന് ചോദിച്ചു. എന്താണ് ഈ ബിദ്അത്ത് എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്താ മനസ്സിലാക്കിയിട്ടില്ല? ഇസ്ലാം മതത്തില് ഉള്ളതിനെ വെട്ടി ചുരുക്കുന്നതിനെ ബിദ്അത്ത് എന്ന് പറയും. പിന്നെ ഇല്ലാത്ത കൂട്ടിക്കാത്ത പറയും. അതൊക്കെ ഒരു ഭാഗമാണ്. ബിദ്അത്ത് എന്ന് പറഞ്ഞാൽ എന്താണ് അത് പറയും. കണ്ടോ നിങ്ങളെ വിഷയത്തിന്റെ നിങ്ങളെ കുറ്റപ്പെടുത്തല്ല, ഞങ്ങളെ ഒറ്റലും കുറ്റപ്പെടുത്തും. നിങ്ങൾക്ക് ഇത് പഠിപ്പിച്ചെന്ന മൗലവിമാരുടെ അജ്ഞതയാണ് ഇതിന് കാരണം.
കഥജായ്മ. ബിദ്അത്ത് എന്ന് പറഞ്ഞാൽ എന്താന്ന് ചോദിച്ചാൽ അല്ല, ഞാൻ നിങ്ങളെ കുറ്റപ്പെടുത്തല്ല, നിങ്ങളെ ഒന്നും കരുതരുത്. നിങ്ങൾക്ക് ഞാൻ വിശദീകരിച്ചൊക്കെ പഠിപ്പിച്ചത്. നിങ്ങളല്ല ഞാൻ അഭിമുഖമായി കാണുന്നത്. നിങ്ങൾക്ക് ഈ ദുർവ്യാഖ്യാനം പഠിപ്പിച്ചത് മൗലവിമാരെ. അത് ബിദ്അത്തല്ലേ എന്ന് ചോദിക്കും. എന്താ ബിദ്അത്ത്? അത് ഒൽക്കോട്ടെ അറിയില്ല. എന്നാ ഞാൻ പഠിപ്പിച്ചാലോ ബിദ്അത്തല്ല. ഞങ്ങൾ പറയുന്നത് ഷാഫി ഇമാം പറയട്ടെ. ഷാഫി ഇമാം റളിയല്ലാഹു അൻഹു ആരാ? ഹിജ്റ 150 വഫാത്ത്, 150 ജനിച്ച മഹാനാകുന്നു. 150 എന്ന് പറഞ്ഞാല് സമസ്തയും നമുക്ക് ഉണ്ടാകുന്നതിന് മുമ്പ് 1300 കൊല്ലം മുമ്പ് ജീവിച്ച പണ്ഡിതൻ. ആരംഭ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ആലിമു ഖുറൈശിൻ യംലഉ ത്രിബാഖൽ അർളി ഉൽമാ. ഖുറൈശിയിലുള്ള ഒരു പണ്ഡിതൻ ഇവിടെ വരാൻ പോകുന്നു. ലോകം മുഴുക്കെ, ഭൂമി മുഴുവനും ഇൽമാൽ, വിജ്ഞാനം കൊണ്ട് നിറക്കുമെന്ന് അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞ ആ വചനം സാക്ഷാത്കരിക്കുന്നത് ഷാഫി ഇമാമിലൂടെയാണ് എന്ന് 10 ലക്ഷം ഹദീസ് മനപ്പാടമുള്ള അഹ്മദ് ബിൻ ഹംബൽ തങ്ങൾ പറയുന്നു. അങ്ങനെയുള്ള ഷാഫി ഇമാമ് പറയാൻ എന്തിനാണ് ഈ ദീനിലെ ബിദ്അത്ത്, അതായത് ദീനിൽ തെറ്റായത്, കുറ്റകരമായ പുതു നിർമ്മിതി എന്ന് പറയൽ എന്തിനാണ്? ബഹുമാനപ്പെട്ടവർ പറയുന്നു, മാ ഉഹദിസ യുഖാലിഫു കിതാബൻ ഔ സുന്നത്തൻ ഔ അസറൻ ഔ ഇജ്മാഅൻ ഫഹാദിഹിൽ ബിദ്അത്തു വലാല. ഷാഫി ഇമാം റളിയല്ലാഹു അൻഹു പറഞ്ഞതാണ്. സനദ് സഹിതം ഇമാം ബൈഹഖി തന്റെ മനാഖിബു ഷാഫി എന്ന കിതാബിൽ ഉദ്ധരിക്കുന്നു. ഇമാം നവവി തഹ്ദീബുൽ അസ്മാഇ വൽ ലുഗാത്തിൽ ഉദ്ധരിക്കുന്നു. ഹാഫിദുൽ സഹബി സിയറു അലാമിൻ നുബല എന്ന കിതാബിൽ എല്ലാവരും ഉദ്ധരിക്കുന്നു. എന്താ ഈ പറഞ്ഞത്? പറഞ്ഞതൊന്നുമല്ല, മറ്റൊന്നുമല്ല. ഒരു പുതുതായി ഒരു കാര്യമുണ്ടായി. അത് യുഖാലിഫു കിതാബൻ ഔ സുന്നത്തൻ ഔ അസറൻ ഔ ഇജ്മാഅൻ. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, ചതുർപ്രമാണങ്ങൾ, ഖുർആൻ അല്ലെങ്കിൽ സുന്നത്ത് അല്ലെങ്കിൽ ഇജ്മാ അല്ലെങ്കിൽ അസർ എന്ന് പറഞ്ഞല്ലോ. ഈ പറഞ്ഞ 4 കാര്യങ്ങളോടും എതിരായിട്ട് ഉണ്ടാകുന്ന പുതിയ കാര്യമാണോ, മതത്തിൽ ഉണ്ടാകുന്ന പുതിയ കാര്യമാണോ ഹാദിഹിൽ ബിദ്അത്തു വലാല. അതിനാണ് പിഴച്ച പുതുനിർമ്മിതി. വകുല്ലു ബിദ്അത്തിൻ വലാല വകുല്ലു വലാലത്തിൻ ഫിന്നാർ. നരകത്തിലേക്ക് പോകുന്ന ബിദ്അത്ത് എന്ന് റസൂല് പറഞ്ഞത് അതിനെക്കുറിച്ചാണ്. ഏതിനെക്കുറിച്ച്? ഈ ചെയ്യുന്ന കാണിക്കുന്ന കർമ്മത്തിന് ഖുർആനിന്റെയോ സുന്നത്തിന്റെയോ മറ്റ് പ്രമാണങ്ങളുടെയോ പിൻബലം ഇല്ലാത്ത കാര്യങ്ങൾ, അതിനാണ് പുതുനിർമ്മിതി, നരകത്തിലേക്ക് പോകുന്ന കാര്യം എന്ന് പറയുന്നത്. ആരാ പറഞ്ഞത്? ഷാഫി ഇമാമാണ്, ഞങ്ങളാരുമല്ല. ഞങ്ങളുടെ നേതാവ് ബഹുമാനപ്പെട്ട മർഹൂം താജുൽ ഉലമ ഉള്ളാൽ തങ്ങളല്ല, ബഹുമാനപ്പെട്ട കണ്ണിയത്ത് ഉസ്താദല്ല, സുൽത്താനുൽ ഉലമ ശൈഖുന കാന്തപുരം ഉസ്താദല്ല, അഭിമന്യരായ പൊന്മള ഉസ്താദല്ല, സുലൈമാൻ ഉസ്താദല്ല. ഇത് ഞങ്ങൾക്ക് പഠിപ്പിച്ചു തരുന്നത് ഈ ലോകത്തിലെ ഇമാമുൽ അഇമ്മ, ഇമാമുകളുടെ ഇമാം എന്ന ഖ്യാതി നേടിയ ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു ആണ്. അപ്പൊ എന്താ ഷാഫി ഇമാം പറയുന്നത്? പിഴച്ചത് എന്ന് പറയണമെങ്കിൽ, പുതിയത് നരകത്തിലേക്ക് പോകുന്ന തെറ്റായ പുതിയ കാര്യം എന്ന് പറയണമെങ്കിൽ ഖുർആനിന്റെ പിൻബലമില്ലാത്തത്, ഹദീസിന്റെ പിൻബലമില്ലാത്തത്, ഇജ്മാഇന്റെ പിൻബലമില്ലാത്തത്, അസറിന്റെ പിൻബലമില്ലാത്തത്. അതാ നിങ്ങൾ പറയും. ഞങ്ങൾ ഇവിടെ പറഞ്ഞല്ലോ സന്തോഷ പ്രകടനം നടത്തുക എന്ന് പറഞ്ഞല്ലോ. ഈ സന്തോഷ പ്രകടനം പരിശുദ്ധ ഖുർആനിന് അനുസൃതമാണ് എന്ന് ഇവിടെ പറഞ്ഞു. ഞങ്ങൾ നടത്തുന്ന സന്തോഷ പ്രകടനത്തിൽ എന്തൊക്കെയുള്ളത്? മൗലിദോദനാണ്. ഒന്ന് ഭക്ഷണം കൊടുക്കലാണ്, മറ്റൊന്ന് ഞങ്ങളെ ആനന്ദം പ്രകടിപ്പിക്കലാണ്. ഇതൊക്കെ തെളിവുകളെ കൊണ്ട് സ്ഥിരപ്പെട്ട കാര്യവുമാണ്. പിന്നെ ഞങ്ങൾ ഈ ചെയ്യുന്ന കാര്യം ഹിന്ദുക്കളുടെ ചോദ്യത്തിന്റെ ഒരു വശം അതാണ്. ഹിന്ദുക്കൾ ചെയ്യുന്നതാണ് അല്ലെങ്കിൽ ക്രിസ്ത്യാനികൾ ചെയ്യുന്നതാണ്, അവരുടെ ആചാരങ്ങളിൽ അവർ ചെയ്യുന്നതാണ് എന്ന് നിങ്ങൾ പറഞ്ഞു. ഞങ്ങൾ ചെയ്യണതല്ല ഓല് ചെയ്യണത്. ഞങ്ങൾ സലാത്തുല്ലാ സലാമുല്ലാ അലാ ത്വാഹ റസൂലില്ലാ സലാത്തുല്ലാ സലാമുല്ലാ അലാ യാസീൻ ഹബീബില്ലാ. എന്ത് രസാൽ കേൾക്കാൻ തന്നെ തരും. സലാത്തും സലാമും ചൊല്ലിക്കൊണ്ട് ഇങ്ങനെ റാലി നടത്തുക. ഹിന്ദുക്കൾ അങ്ങനെ സലാം സലാം റാലി നടത്തല് എന്തിട്ട് കളി പറഞ്ഞത്? ക്രിസ്ത്യാനികൾ അങ്ങനെ സലാത്തും സലാമും ചൊല്ലിട്ട് റാലി നടത്തല്
ഇനി ഭക്ഷണം കൊടുക്കുന്നു ഞങ്ങൾ. എന്താ ഭക്ഷണം? അത് സാധുക്കൾക്ക് ഭക്ഷണം കൊടുക്കുക. ഇസ്ലാം ഇത്ര പ്രോത്സാഹിപ്പിച്ച വേറൊരു കാര്യമുണ്ടോ? പിന്നെ ഞങ്ങൾ ചെയ്തത് എന്താ? ആരംഭ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മദ്ഹ് പറയാ, അവിടുത്തെ മഹത്വം ഇങ്ങനെ പറയാ, പാടി പറയാ. തെറ്റുണ്ടോ? പ്രമാണങ്ങൾ മറുപടിയാണ് ഞാൻ പറഞ്ഞത്. നിങ്ങളുടെ ഘോഷയാത്രയിൽ മറ്റു മതങ്ങളുടെ ആചാരങ്ങളുണ്ട്. ഞാൻ പറഞ്ഞു മതവുമായിട്ടൊരു ബന്ധവുമില്ല. അതൊക്കെ നമുക്ക് പറയാം. ഞാൻ ഈ പറഞ്ഞത് കേൾക്കാനുള്ള സന്മനസ്സൊക്കെ ഉണ്ടാവണം. നിങ്ങൾക്ക് ഇങ്ങനെ പകച്ചു പൊന്തിലുണ്ടാവും. അത് ക്ഷമിക്കാനുള്ള ശക്തി നമുക്ക് വേണം. അതാണ് അപ്പോഴെ സഹിഷ്ണുത ഉണ്ടാവുള്ളൂ. അത് നിങ്ങൾ മനസ്സിലാക്കണം. ഞങ്ങൾ ചെയ്യുന്ന വേറൊരു കാര്യമാണ് റസൂലുള്ളാഹിന്റെ കീർത്തനങ്ങൾ പറയാന്നുള്ളത്, ഇല്ലേ? അത് സ്വഹാബത്ത് പഠിപ്പിച്ചതാണ്, താബികൾ എല്ലാവരും ചെയ്തതാണ്. എന്താ? റസൂലുള്ളാഹി തങ്ങളുടെ മഹത്വങ്ങൾ ഇങ്ങനെ പറയുകയാണ്. എത്ര സ്വഹാബികൾ ഞങ്ങൾ നേരത്തെ ചൊല്ലിയില്ലേ? മഹാനായ ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു ആരംഭ റസൂലുള്ളാഹി തങ്ങളുടെ മഹത്വം പറയുകയാണ്. വഹസന മിൻക ലം തറഖത്തു ഐനുൻ വഅജ്മല മിൻക ലം തലിദിൻ നിസാഹു. നബിയേ, തങ്ങളെപ്പോലെ സൗകുമാര്യതയുള്ള ഒരു മനുഷ്യരെയും ഒരാളും ഒരു കണ്ണും കണ്ടിട്ടില്ല. വഅജ്മല മിൻക ലം തലിദിൻ നിസാഹു. തങ്ങളെപ്പോലെ ഭംഗിയുള്ള ഒരു വ്യക്തിയെയും ഒരു ഉമ്മയും പ്രസവിച്ചിട്ടില്ല നബിയേ. അള്ളാന്റെ റസൂലിന്റെ മഹത്വം ഇങ്ങനെ പറയാ. ഇത് പറയുമ്പോ റസൂൽ പറയും, മിണ്ടാതെ അവിടെ ഇരുന്നോ, പൈക്കാവും നിന്റെ. അങ്ങനെയല്ല പറഞ്ഞത്. റസൂലുള്ളാഹി തങ്ങൾ ദ്വാരന്നു കൊടുക്കുകയാണ്. ആർക്ക്? ബഹുമാനപ്പെട്ട ഹസ്സാൻ ഇബ്നു സാബിത്ത്. അല്ലാഹുമ്മ അയ്യിദുഹു ബിറൂഹിൽ ഖുദ്സ്. പരിശുദ്ധാത്മാക്കളെ കൊണ്ട് നീ ശക്തിപ്പെടുത്തണേ അല്ലാഹ്. ദ്വാരന്നു കൊടുക്കുകയാണ്. കഅബ റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിന്റെ മഹത്വം പറയുന്നു. ഇന്നർ റസൂല ലസൈഫുൻ യുസ്തഗാഉ ബിഹി മുഹന്നദുൻ മിൻ സുയൂഖില്ലാഹി മസ്ലൂലു. അല്ലാഹുവിന്റെ റസൂൽ എന്ന് പറഞ്ഞാൽ അത് ഇന്ത്യയിൽ ഊട്ടപ്പെട്ട മിന്നിത്തിളങ്ങുന്ന വാള് പോലെയാകുന്നു എന്നിങ്ങ് പറഞ്ഞപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്തു? അശാറ ബികുമ്മിഹി ഇലൽ ഖൽഖി ലിയൽതു ഫയസ്മഉ മിൻഹു. റസൂൽ തന്റെ കൈ കൊണ്ട് ദൂരെ നിൽക്കുന്ന ആളുകളെ പള്ളിയിലേക്ക് മാടി വിളിച്ചു. ലിയൽതു വരുവീൻ ഫയസ്മഉ മിൻഹു. ഇതാ കഅബ എന്റെ മഹത്വം പറഞ്ഞുകൊണ്ടിരിക്കുന്നു, കേൾക്കുവീൻ. ഇമാം ബൈഹഖി അസ്സുനനുൽ കുബ്രയിലെ 10ാമത്തെ വാല്യം 296ാമത്തെ പേജിൽ ഇത് രേഖപ്പെടുത്തി വെക്കുന്നു. അപ്പൊ ഞങ്ങൾ ചെയ്യുന്ന കർമ്മങ്ങൾ ഇതൊക്കെയാണ്. ഇതൊക്കെ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഉള്ളതും ആണ്. ഇനി നിങ്ങൾ പറയണം, എവിടെയാണ് ഞങ്ങൾ ശ്രദ്ധിക്കണം. നിങ്ങൾ ഇനിയാണ് നിങ്ങൾ പറയേണ്ടത്, എവിടെയാണ് ഇതാണ് ഞങ്ങൾ ചെയ്യുന്നത്. ഞങ്ങൾ ചെയ്യുന്നതിനൊക്കെ ഇപ്പൊ തെളിവുകളുണ്ട്. ഖുർആന്റെ സുന്നത്തിന്റെ ഹദീസിന്റെ തെളിവുണ്ട്. ഇനി നിങ്ങൾ പറയേണ്ടത്, ഈ തെളിവുകൾക്ക് അതീതമായി ഞങ്ങൾ എവിടെയാണ് അന്യമതസ്ഥരുടെ ആചാരം ഏറ്റെടുത്തിട്ടുള്ളത്? ഒന്ന് മൈക്കൊടുത്തനെ ആൾക്ക്. അതല്ലേ നിങ്ങള് പല റബീഉൽ അവ്വൽ വരുമ്പോൾ നിങ്ങളുടെ ആഘോഷങ്ങളിൽ മറ്റൊരുപാട് മതങ്ങളുടെ ആചാരങ്ങൾ വരുന്നുണ്ട്. ഒരു മതത്തിന്റെ ഒരുപാട് മതം അടക്കട്ടെ, ഒരു മതത്തിന്റെ പറയും. ഹൈന്ദവരുടെ കൃഷ്ണ ജയന്തി പോലെ, ക്രൈസ്തവരുടെ ദുഃഖവെള്ളി പോലെ, മറ്റുള്ള മതത്തിന്റെ ആചാരങ്ങളെ പോലെ ഘോഷയാത്രയിൽ കാണുന്ന കോപ്രായങ്ങളാണ് നിങ്ങളെ റബീഉൽ അവ്വൽ രാവിലെ നിങ്ങൾ കുട്ടികളെ വെച്ചിട്ട് ചെയ്യുന്നത്. അത് മതവുമായിട്ടൊരു ബന്ധമില്ല. അങ്ങനെ പറഞ്ഞ പോരാ. അത് പോലെ ആചാരങ്ങളിൽ വന്നാൽ ഇങ്ങനെ കമ്മട്ടം ബഹരിൽ കായം മുക്കിയ പറ്റൂല. സംഗതി തീർക്കുന്നേരായിരിക്കണം. എന്താണ് ഞങ്ങളെ ഘോഷയാത്രയിലുള്ള സംഗതി? അത് ആ ക്രിസ്ത്യാനികളിൽ നിന്ന് ഹിന്ദുക്കളിൽ നിന്ന് കടമെടുത്തിട്ടുള്ളത് എന്താണ്? അതെന്ന് പറഞ്ഞാൽ നിങ്ങൾ അതല്ലേ നമുക്കറിയാം. വിഷയം ഇപ്പൊ തീരുമാനമാവില്ല. ഇപ്പൊ തീരുമാനമാകുമ്പോൾ നിങ്ങളെ കുട്ടികളെ, നിങ്ങൾ ഘോഷയാത്രയിൽ നിങ്ങൾ കുട്ടികളിൽ കാണുന്ന പല കോപ്രായങ്ങളും. അല്ല, അത് ശരി, അത് ചികിത്സയില്ല. പല കോപ്രായങ്ങളും അങ്ങനത്തെ ഒരുപാട് സഹോദരന്മാർ ചോദിക്കണം. എല്ലാവർക്കും മറുപടിയും കിട്ടും. മറുപടിയുടെ മറുപടി എന്ന് പറഞ്ഞാൽ സംസാര കൈകൊണ്ട് ആദ്യം കാണിക്കലല്ല, സംസാരിക്കേണ്ടി വരില്ല. അതല്ല തമാശ. ഇവളെപ്പോഴും ഒരു കാര്യം തീരുമാനമായില്ല. ഏത്? ഞങ്ങൾ മറ്റു മതസ്ഥരുടെ കുറെ കോപ്രായങ്ങൾ, എന്താ പറഞ്ഞ കുറെ കോപ്രായങ്ങൾ അത് മനുഷ്യനോട് പറയാൻ പറ്റുമോ? ഭക്ഷണം കഴിക്കുന്ന ആളുകളോട് നേർക്കുന്നതിന് എന്ന് പറയുന്നത് ആ ജാതി ചോദ്യം നിങ്ങൾ കാണിക്കല്ല. ഒറ്റ വാക്കിൽ ഉത്തരം പറയാൻ കഴിഞ്ഞ കാര്യമല്ലത്. നിങ്ങളെ ശക്തി ഭയങ്കര, നിങ്ങളെ ചോദ്യം ആ ജാതി ചോദ്യമല്ലേ, ഭയങ്കര വിശദീകരിക്കേണ്ട ചോദ്യമാണ്. പക്ഷെ ഞാൻ വളരെ കുറച്ചേ പറയുന്നുള്ളൂ.
എന്താ വിഷയം? നിങ്ങൾ പറഞ്ഞല്ലോ ഹിന്ദുക്കളുടെ ആചാരങ്ങൾ ഇതിലേക്ക് ഞങ്ങളെ ഘോഷയാത്രയിലുണ്ട്. എന്താണത്? ഇതുവരെ നിങ്ങൾക്ക് പറയാൻ കഴിഞ്ഞിട്ടില്ല. നിങ്ങൾ വിശദീകരികൾ കവലപ്രസംഗം നടത്തല്ലേ? ഇത് പറയാൻ നല്ല സുഖമാണ്. ഞാൻ ഇവിടെ കവലപ്രസംഗങ്ങൾ നടത്തുന്നത് ചോദിച്ചതിന് വ്യക്തമായ മറുപടി പ്രമാണസഹിത ഞാൻ പറയുന്നത്. നിങ്ങൾ പറയുന്ന വാദം തെളിയിക്കാൻ കഴിയുന്നില്ല. നിങ്ങൾ എന്താ പറഞ്ഞത്? നിങ്ങളെ ഘോഷയാത്രയിൽ ഹിന്ദുക്കളുടെ കുറെ കോപ്പറായങ്ങളുണ്ട് എന്ത് ചോദിച്ചിട്ട് കാണിക്കാൻ കഴിയില്ല. രണ്ടാമത്തെ ആൾക്കും സത്യം ഗ്രഹിക്കട്ടെ. അള്ളാഹു നിങ്ങൾക്കും ഹിദായത്ത് നൽകട്ടെ. നിങ്ങൾക്കും അള്ളാഹു ഹിദായത്ത് നൽകട്ടെ. ആ ഹിദായത്തിന്റെ അള്ളാഹു നിങ്ങളെ ഉറപ്പിച്ചു നിർത്തട്ടെ. ശരി, രണ്ടാമത്തെ ആൾക്ക് സത്യം ബോധ്യപ്പെട്ടു. ഇനി മൂന്നാമത്തെ ആൾ ചോദിക്കും, അടുത്താണ്. വരട്ടെ. ഇതുകൊണ്ട് കാര്യം ഉണ്ടാവും ഇൻഷാ അല്ലാഹ്. ഈ വലിയ ജനസംഖ്യ ഇവിടെ സമ്മേളിച്ചത്, ഇത് സംഘടിപ്പിച്ച സംഘാടകർക്ക് ഇൻഷാ അല്ലാഹ് ദുനിയാവിലും ആഖിറത്തിലും അതിന്റെ പ്രതിഫലം ഉണ്ടാകും. അള്ളാഹു കബൂലാക്കട്ടെ. ആളുകൾക്ക് ഇങ്ങനെ സത്യം തിരിയാണ്, ഉത്തരം മുട്ടും ചോദ്യം മുട്ടും. അപ്പൊ പിന്നെ ഓരോരുത്തർ അങ്ങനെ മയ്യത്തിന്റെ തന്നെ വന്ന് പേനറിഞ്ഞു പോകുന്ന മാതിരി പോവന്നെ അടുത്ത ചോദ്യം ചോദിക്കും. ഞാൻ അഷ്റഫ് യൂണിവേഴ്സിറ്റി പിന്നെ റസൂലുള്ളാഹിന്റെ ജന്മദിനാണ് ഈ റബീഉൽ അവ്വൽ 12 നിങ്ങൾ ആഘോഷിക്കുന്നത്. ജന്മദിനം റബീഉൽ